അലർജി ഉണ്ടാകുന്നത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് ആവുന്നത് കൊണ്ടോ എക്സ്ട്രാ സ്ട്രോങ് ആവുന്നതുകൊണ്ടോ അല്ല, മറിച്ച് ഹൈപ്പർ റിയാക്റ്റീവ് ആവുന്നതുകൊണ്ടാണ്. ഒട്ടും തന്നെ ഡേഞ്ചറസ് അല്ലാത്തൊരു ആൻറ്റിജനോട് ശരീരം ഡിഫെൻസീവ് ആവുന്നതാണ്. നമ്മൾ എന്തോ ഒന്ന് അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്ന് കരുതി നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മുടെ ബോഡി വലിയ അളവിൽ ഹിസ്റ്റമിൻസും IgE ആൻറ്റിബോഡീസ് ഒക്കെ ബ്ലഡിലേക്ക് റിലീസ് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് ഈ പറഞ്ഞ മൂക്ക് ചൊറിച്ചിൽ അല്ലെങ്കിൽ തുമ്മൽ, ചെറിയ തടുപ്പ് ഇങ്ങനെ സിംറ്റംസ് ഒക്കെ ഉണ്ടാകുന്നത്. ഒരു ഡെയിലി ബേസിസിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്ന സിംറ്റംസ് ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരു എമർജൻസി കണ്ടീഷൻ വന്നാൽ സെറ്റസിൻ പോലത്തെ ആൻറ്റിഹിസ്റ്റമിൻസ് എടുക്കുന്നത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഒരു ലോങ് ടേം ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ എന്ന രീതിയിൽ നമ്മൾ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോവാണ്. സ്റ്റീറോയിഡ്സിൻ്റെ ഇൻഹേലേഴ്സ് അല്ലെങ്കിൽ സ്പ്രേസ്, ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ച് ഇമ്മ്യൂൺ സിസ്റ്റത്തെ സപ്രസ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നതിനോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. അതൊരു കൺവെൻഷണൽ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ മാത്രമാണ്. ദാറ്റ്സ് നോട്ട് യുവർ ഓൺലി ഓപ്ഷൻ. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ അലർജി ഉണ്ടാവുന്നു, എന്തുകൊണ്ട് നിങ്ങളുടെ ബോഡി ഇങ്ങനെ പ്രതികരിക്കുന്നു, ഇതിൻ്റെ റൂട്ട് കോസ് എന്താണ്, നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടോ, ഗട്ട് ഇഷ്യൂസ് ഉണ്ടോ, ഇതെല്ലാം മനസ്സിലാക്കി നിങ്ങളുടെ റൂട്ട് കോസ് എന്താണെന്നും ട്രിഗേഴ്സ് എന്താണെന്നും വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് തിരഞ്ഞെടുക്കണം. ആയുർവേദത്തിൽ ഒരു ഓപ്ഷൻ പറയുകയാണെങ്കിൽ ഇപ്പം ഇമ്മ്യൂണോ മോഡുലേഷൻ വഴി നിങ്ങളുടെ ഇമ്മ്യൂൺ ടോളറൻസ് ബിൽഡ് ചെയ്തും ലൈഫ് സ്റ്റൈൽ കറക്ഷൻസ് വഴി ഗട്ട് മൈക്രോബയോം റീസെറ്റ് ചെയ്തും